welcome to our channel Easy Homework. I am Krishna. In class 6 ന്റെ third chapter playing with numbers exercise 3.3 ലെ 6th question ആണ് ചെയ്യുന്നത്. So ഈ exerciseലെ last question ആണ് 6th എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാ പുതിയ ടോപ്പിക് ആയിരിക്കും എടുക്കുന്നത്. So നേരെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കിയേ question number 6 എന്താണ്? Write a digit in blank space so that the number formed is divisible by 11. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്, ഇടയ്ക്ക് എന്തില്ല, അതിന്റെ ഒരു ഡിജിറ്റ് ഇല്ല. സോ ഈ ഒരു നമ്പർ ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ആ നമ്പർ എന്ന് പറഞ്ഞാൽ 11 കൊണ്ട് ഡിവിസിബിൾ ആവണം. 11 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഡിജിറ്റ്സിന്റെ, അതായത് ഓഡ് പ്ലേസിലുള്ള ഡിജിറ്റിന്റെ സമ്മും ഈവൻ പ്ലേസിലുള്ള ഡിജിറ്റ്സിന്റെ സമ്മും കൂടെ എടുത്തതിന് ശേഷം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടണം? ഒന്നുകിൽ 0 കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ 11ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടണം. അതാണ് 11ന്റെ ഡിവിസിബിലിറ്റിയുടെ കണ്ടീഷൻ. ഓക്കെ, സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോ ഇവിടെ ഓഡ് പ്ലേസ് എടുക്കുകയാണ്. ഓഡ് പ്ലേസ് എടുക്കുമ്പോൾ ഏതൊക്കെയാ ഓഡ് പ്ലേസ് വരുന്നത്? 1, 3, 5 ആണല്ലോ. അതായത് 9 പ്ലസ് 3 പ്ലസ് 2 ആണ് ഓഡ് ഡിജിറ്റിൽ വരുന്നത്. 9 പ്ലസ് 2 എത്രയാണ്? 11. 11 പ്ലസ് 3 ഈസ് 14. ക്ലിയർ? സോ ഈവൻ ഡിജിറ്റ്സിന്റെ എടുക്കാം. ഈവന്റെ എടുക്കുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? 8 ബ്ലാങ്ക് സ്പേസ് 9 ആണല്ലോ. 8 പ്ലസ് അറിയില്ല പ്ലസ് 9 പ്ലസ് 8 ഈസ് എന്ത് കിട്ടും? 17 എന്ന് കിട്ടും ആണല്ലോ. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു ഇവിടെ 17 പ്ലസ് അറിയില്ല, നമുക്ക് ഇവിടുത്തെ നമ്പർ എത്രയാണെന്ന് അറിയില്ല. അപ്പോ 17 മൈനസ് 14 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 3 ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? പക്ഷെ ഒന്നുകിൽ 0 ഇടണം അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്ലൈ ആയിട്ടാണ് കിട്ടേണ്ടത്. സോ ഇവിടെ നമുക്ക് എന്തായാലും ഇനി 0 ആക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? ഓഡ് പ്ലേസിന്റെ സം എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 മൈനസ് 14 വന്നു കഴിഞ്ഞാലല്ലേ അവിടെ 0 വരുള്ളൂ. സോ ഇതിനെ ഇനി 14 ആക്കാൻ പറ്റില്ല. പകരം നമുക്ക് എന്താക്കാൻ പറ്റും? 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആക്കാൻ പറ്റും അല്ലെ? സോ ഓൾറെഡി ഇതിന്റെ ഡിഫറൻസ് എത്രയുണ്ട്? 3 ഉണ്ട്. അപ്പൊ അത് 11 ആവാൻ വേണ്ടിയിട്ട് 3യുടെ കൂടെ എത്ര ആഡ് ചെയ്യണം? 8 കൂടെ ആഡ് ചെയ്യണം. സോ 3 പ്ലസ് 8 ആണ് എന്തെന്ന് പറയുന്നത്? 11 എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 8 ആണ് എന്ത് വരുന്ന നമ്പർ എന്ന് പറയുന്നത്. സോ ഓൾറെഡി നമുക്ക് 3 ഡിഫറൻസ് ഉണ്ട്. അപ്പോ 3 എന്ത് ചെയ്യണം? നമുക്ക് ഇനി ഇതിനെ എന്താക്കാൻ പറ്റില്ല? 0 ആക്കാൻ പറ്റില്ല. സോ നമുക്ക് ഇതിനെ എന്താക്കാം? 3 11 ആക്കാം. അപ്പൊ 3 പ്ലസ് എത്രയാണ്? 11 എന്ന് നോക്കാം. 3 പ്ലസ് 8 ആണ് 11. സോ നമുക്ക് ഇവിടെ വരുന്ന നമ്പർ എത്രയാണ്? 8 ആണ് നമ്മുടെ നമ്പർ. സോ ഇവിടെ ഇവിടെ വരുന്ന ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. കിട്ടുന്ന നമ്പർ 928389. ഇവിടെ കൊടുത്തു നോക്കാം നമുക്ക് എന്ത് കിട്ടും? ഈവൺ നമ്പറിന്റെ അവിടെ 8 പ്ലസ് ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? 8 കൊടുക്കുകയാണ്. നമുക്ക് കിട്ടിയ നമ്പർ 8 കൊടുത്തു. എങ്കിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 8 പ്ലസ് 8 16 പ്ലസ് 9 എത്ര കിട്ടും? 25 എന്ന് കിട്ടും. ഇനി ഡിഫറൻസ് എടുത്തേ. 25 മൈനസ് 14, 5 മൈനസ് 1 4, 1 2 മൈനസ് 1 1. സോ 11ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. സിമ്പിൾ ആണ്. ആദ്യം ഓഡ് പ്ലേസിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് 14 കിട്ടി. ഈവൻ പ്ലേസിന്റെ സം എടുക്കുമ്പോൾ എത്രയാണ്? 17 പ്ലസ് ഒരു ഡിജിറ്റ് കൂടെ ഉണ്ട് അവിടെ. 17 പ്ലസ് ഒരു ഡിജിറ്റ്. സോ ഇത് വെച്ച് തന്നെ നമ്മൾ ഡിഫറൻസ് നോക്കിയപ്പോൾ 3 ആണ് ഡിഫറൻസ് വരുന്നത്. സോ ഇവിടെ 0 എന്നുള്ള ഓപ്ഷൻ പോയി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? 11ന്റെ മൾട്ടിപ്പിൾ ആക്കുക എന്നുള്ളതേ ഉള്ളൂ അടുത്ത ഓപ്ഷൻ. സോ 3യുടെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടുമെന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തപ്പോ എത്രയാണ്? 8 ആണ്. എന്തായാലും നമുക്ക് ഇതിന്റെ അകത്ത് കൊടുക്കാൻ പറ്റുന്ന ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 to 9 വരെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ 3 പ്ലസ് 8 ചെയ്യുമ്പോഴാണ് നമുക്ക് 11 കിട്ടുന്നത്. സോ ഇവിടെ കിട്ടുന്ന ഡിജിറ്റ് ഏതാണ്? 8 ആണ്. മനസ്സിലായല്ലോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. 8-9484 എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കിയേ, 8-9484. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓഡ് പ്ലേസിന്റെ സം നോക്കാം. ഏതൊക്കെയാണ് ഓഡ് പ്ലേസ് വരുന്നത്? 1 3 5. സോ 4 പ്ലസ് 4 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത എന്താണ്? ഈവൻ പ്ലേസ്. ഈവൻ പ്ലേസിൽ എന്തൊക്കെയാണ് വരുന്നത്? 8 9 8 ആണല്ലോ. 8 പ്ലസ് 9 പ്ലസ് 8 എന്ന് വരും. സോ ഇവിടെ എന്താണ്? 8 പ്ലസ് നമുക്ക് റിക്വയർഡ് നമ്പർ. ഇവിടെ എന്ത് വരും? 8 പ്ലസ് 8 16 പ്ലസ് 9 എന്ന് പറയുന്നത് 25. ക്ലിയർ? സോ ഇവിടെ 25. ഇനി എന്ത് ചെയ്യണം? ഇതിന് ഡിഫറൻസ് എടുക്കണം. 25 മൈനസ് 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 15 മൈനസ് 8 ഈസ് 7. സോ 17 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? സോ 17നെ എന്താക്കണം? 11ന്റെ മൾട്ടിപ്പിൾ ആക്കണം. അല്ലേ?
11 മൾട്ടിപ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് 17 നിന്നും എത്ര കുറച്ചാൽ നമുക്ക് 11 കിട്ടും? 6 പോയി കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 11 അല്ലേ വരുന്നത്. 17 മൈനസ് 6 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടും. ഓക്കെ, സോ ഈ 8ന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 6 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ? നോക്കിയേ, 8 പ്ലസ് 6, 6 പ്ലസ് 6 12, 13, 14 എന്ന് കിട്ടും ഇവിടെ. Then 25 മൈനസ് 14 ചെയ്ത് നോക്കൂ. 25 മൈനസ് 14 ചെയ്യുമ്പോൾ 5 മൈനസ് 4 ഈക്വൽ ടു 1, 2 മൈനസ് 1 ഈക്വൽ ടു 1. സോ 11ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടിയില്ലേ? സോ നമ്മളിവിടെ എന്താ ചെയ്തത്? ഓഡ് പ്ലേസിലുള്ള ഡിജിറ്റ്സ് തമ്മിൽ സം ചെയ്തു. അപ്പൊ 4 പ്ലസ് 4 8 പ്ലസ് റിക്വയർഡ് നമ്പർ ആണ് വേണ്ടത്. ഈവൻ പ്ലേസിൽ ചെയ്തപ്പോ 8 പ്ലസ് 9 പ്ലസ് 8 25 എന്ന് കിട്ടി. തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ ഒന്നുകിൽ 0 അല്ലാന്നുണ്ടെങ്കിൽ 11ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടണം. നോക്കിയപ്പോ എത്രയാ ഡിഫറൻസ് വരുന്നത്? 17 ആണ് ഡിഫറൻസ് വരുന്നത്. ക്ലിയർ? സോ അതിന് നമ്മൾ എന്താക്കണം? 11ന്റെ മൾട്ടിപ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 17 നിന്നും 6 മൈനസ് ചെയ്ത് എന്താ വരുന്നത്? 11 അല്ലേ വരുന്നത്. സോ 17 നിന്നും 6 മൈനസ് ചെയ്തു. സോ നമുക്ക് വേണ്ട നമ്പർ എത്രയാണ് ഇവിടെ? 6 ആണ് വേണ്ട നമ്പർ. ക്ലിയർ? സോ എക്സസൈസ് 3.3 ഈ രണ്ട് ക്വസ്റ്റ്യനും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പുതിയൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, അവിടെ ന്യൂ ടോപ്പിക് ആണ് നമ്മുടെ കോമൺ ഫാക്ടേഴ്സ് ആൻഡ് കോമൺ മൾട്ടിപ്പിൾസ്. എന്താണ് കോമൺ ഫാക്ടേഴ്സ്? ഫാക്ടേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? ഇപ്പൊ 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എന്താണ്? 4 എന്ന് പറയുന്ന നമ്പർ ഏതിന്റെയൊക്കെ ടേബിളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4ന്റെ ഫാക്ടേഴ്സ് ഞാനിവിടെ എക്സാമ്പിൾ വെച്ച് പറയാം. 4ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2, പിന്നെ ഏതിലാ ഉള്ളത്? 4 ആണല്ലോ. 1ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 4. അതുവരെ ഉള്ളൂ. ഇത് മൂന്നും ആണ് എന്ത്? 4ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഞാൻ വേറെ നമ്പർ എടുത്തു, 18. 18ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2, 3. 6 3s are 18. 4ലുണ്ടോ? ഇല്ല. 5ലില്ല. 6ലുണ്ട് അല്ലെ? 6 3s are 18. 7 ഇല്ല, 8 ഇല്ല. പിന്നെ ആരാ ഉള്ളത്? 9. ദെൻ വരുന്നത് 18. ഇത്രയാണ് എന്ത്? 18ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ രണ്ട് നമ്പേഴ്സ് തന്നിട്ട് ഇതിലെ കോമൺ ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞ എങ്ങനെയാ ചെയ്യേണ്ടത്? രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെയാണ് ഉള്ളത്? 1, 2. ഇത് രണ്ട് മാത്രമല്ലേ ഉള്ളൂ കോമൺ ആയിട്ട്. സോ 4ഉം 18, 4ന്റെയും 18ന്റെയും കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? കോമൺ ഫാക്ടേഴ്സ് ആ 1 and 2. ക്ലിയർ? കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചാൽ എന്താണ്? 1. രണ്ടിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? അതാണ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. കോമൺ ഫാക്ടർ ഓഫ് 4 and 18 എന്ന് ചോദിച്ചു. സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്തു? 4ന്റെ ഫാക്ടേഴ്സ് എടുത്തെഴുതി, 18ന്റെ ഫാക്ടേഴ്സ് എടുത്തെഴുതി. കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത്, രണ്ടിലും ഒരുപോലെ ഉള്ളത് ആരൊക്കെയാണ്? 1 and 2. സോ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 4 and 18 എന്ന് പറയുന്നത് 1 and 2 ആണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. എഗെയിൻ 4ന്റെ എന്തൊക്കെയാണ്? 1, 2, 4 ആണ്. 15ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2ലില്ല. 3 into 5 എന്താണ്? 15 ആണ്. സോ 3. 4ലില്ല. 5 into 3 15 ആണ്. സോ 5. എഗെയിൻ പിന്നെ ഏതാ വരുന്നത്? 15. ഓക്കെ, ഇത് എത്രയാണ്? എന്ത്? 15ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 1 ആണുള്ളത് അല്ലെ? സോ രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിൽ കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോപ്രൈംസ്. എന്താണ്? കോപ്രൈംസ് എന്ന് വിളിക്കും. കോപ്രൈംസ് എന്നാണ് വിളിക്കുന്നത്. സോ 14, 15 എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്രൈംസ് ആണ്. ബിക്കോസ് അതിന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 മാത്രമേ അതിന്റെ ഫാക്ടർ, കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോപ്രൈംസ് എന്ന്. ക്ലിയർ? സോ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നേക്കുന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് എടുത്ത് എഴുതാം. ഫാക്ടേഴ്സിൽ കോമൺ ആയിട്ട് ആരൊക്കെയാണുള്ളത്? അതാണ് അതിന്റെ കോമൺ ഫാക്ടേഴ്സ്. ഇനി വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, 1 മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോപ്രൈംസ്. എന്താണ്? കോപ്രൈംസ്. ഇനി നമുക്ക് എന്ത് നോക്കാം? കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. എന്താണ് കോമൺ മൾട്ടിപ്പിൾസ്? സോ ഇവിടെ ഞാൻ രണ്ട് നമ്പേഴ്സ് എടുക്കുന്നു, 4 and 6 എടുത്തു. കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 4, 8, 12, 16, 20, 24, 28 ഇങ്ങനെ അങ്ങ് പോകുന്നു. ഓക്കെ, 6ന്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്? 6, 12, 18, then
24, 13, 36, etc. ക്ലിയർ? ഇത് രണ്ടും എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്ത്? 4, 8, 12 എക്സെട്ര. 6ന്റെ മൾട്ടിപ്പിൾസ് ആണ് 6, 12, 18 എക്സെട്ര എന്ന് പറയുന്നത്. ഇതിന്റെ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം തന്നെ. രണ്ടിലും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് നോക്കിയേ. ഇവിടെ 12 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. സോ 12 ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ്. പിന്നെ ആരാ വരുന്നത്? 24. ഇവിടെയും 24 ഉണ്ട്, ഇവിടെയും 24 ഉണ്ട്. സോ 24. സോ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 4 and 6 എന്ന് ചോദിച്ചാൽ ഏതാണ്? 12 and 24. ക്ലിയർ? സോ 12 24 ആണ് ഇതിന്റെ കോമൺ മൾട്ടിപ്പിൾസ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്: കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനും കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാനും. കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നേക്കുന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾസ് നോക്കുക, രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് നോക്കുക, അതിൽ കോമൺ ആയിട്ട് ആരാണ് വരുന്നത്, അതാണ് നമ്മുടെ കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് അടുത്തത് നോക്കാം. സോ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സസൈസ് 3.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 20 and 28. നോക്കിയേ, ഫാക്ടേഴ്സ് ഓഫ് 20 and 28. ഇതിന്റെ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 20യുടേത് 1, 2. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 2ല് പോകുന്ന ഡിവിസിബിൾ ആവുന്നതിന് എന്തായിരുന്നു കണ്ടീഷൻ? വൺസ് പ്ലേസിൽ എന്ത് വേണം? 0, 2, 4, 6, 8 ആണല്ലോ. 0 ഉണ്ട്, സോ 2ല് ഡിവിസിബിൾ ആണ്. 3ലാണെങ്കിലോ സം എന്ത് കിട്ടണം? 3ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. 2 + 0 2. ഇപ്പൊ 3ല് പോവോ? ഇല്ല. 4ലാണെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. 20 എന്ന് പറയുന്നത് എന്താണ്? 4 ഡിവിസിബിൾ അല്ലേ? സോ 4 അതിന്റെ ഫാക്ടർ ആണ്. 5 ആണെങ്കിൽ എന്ത് വേണം? വൺസ് പ്ലേസിൽ 0 അല്ലെങ്കിൽ 5 വേണം. 0 ഉണ്ട്, സോ 5 ഇതിന്റെ ഫാക്ടർ ആണ്. 6ന്റെ ആണെങ്കിൽ എന്തായിരുന്നു? 3ലും ഡിവിസിബിൾ ആവണം, 2ലും ഡിവിസിബിൾ ആണ്. 2ല് ഡിവിസിബിൾ ആണ്, 3ലല്ല. സോ എന്തല്ല? 6ല് ഡിവിസിബിൾ അല്ല. ദെൻ 7ലുണ്ടോ? 8. സോ ഇതുവരെയാണ് എന്ത്? 20യുടെ. ദെൻ ലാസ്റ്റ് 20. ഇത്രയാണ് എന്ത്? 20യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത 28. 28ന്റെ ഫാക്ടേഴ്സ് 1. വൺസ് പ്ലേസിൽ എന്താണ്? ഈവൺ നമ്പർ 8 ആണ്. സോ 2ല് ഡിവിസിബിൾ ആണ്. 3ലുണ്ടോ നോക്കാൻ വേണ്ടി എന്താ? സം ചെയ്യുക. 8 + 2 10 ആണ്. സോ 3യുടെ മൾട്ടിപ്പിൾ അല്ല, അപ്പൊ ഡിവിസിബിൾ അല്ല. 4ലുണ്ടോ നോക്കുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് 4ല് ഡിവിസിബിൾ ആണോ നോക്കണം. ആണല്ലോ. 28 എന്ന് പറയുന്നത് എന്താണ്? 28 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോ എത്രയാ? 7 ടൈംസ് ഉണ്ടല്ലേ 28. സോ 4 അതിന്റെ മൾട്ടിപ്പിൾ ആണ്. 5 ഇല്ല. ദെൻ 6 ഉണ്ടോ? 3ലും 2ലും ഉണ്ടെങ്കിലല്ലേ 6 ഉള്ളൂ. 2ലുണ്ട്, പക്ഷെ 3ലില്ല. 6 ഇല്ല. ദെൻ 7 × 4 ആണ് 28. സോ 7 അതിന്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ ആരെങ്കിലും ഉണ്ടോ? 8, 9, 10, 14 ഉണ്ട്. ഓക്കെ. 28. 14 × 2 28 ആണ്. 14 × 2 4 × 2 8, 1 × 2 2 28. 14ന്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ ആരാ ഉള്ളത്? 28 തന്നെയാണ് ഉള്ളത്. സോ ഇവിടെ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാണ് വരുന്നത് നോക്കാം. കോമൺ ഫാക്ടേഴ്സ് വരുന്ന ആരാണ്? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അല്ലെ? ആരൊക്കെയാണ്? 1 ഉണ്ട്, 2, 4. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോ കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2, 4 എന്ന് കിട്ടും. ക്ലിയർ? മനസ്സിലായല്ലോ? 1, 2 and 4 ആണെന്ത്? ഇതിന്റെ കോമൺ ഫാക്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. B. 15 and 25. 15ന്റെ മൾട്ടിപ്പിൾസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 2ലുണ്ടോ? വൺസ് പ്ലേസിൽ 5 ആണ്. ഓഡ് നമ്പർ ആണ്, സോ ഇല്ല. ദെൻ 3ലുണ്ടോ നോക്കുന്നത് എങ്ങനെയാണ്? 5 + 1 6. 3ന്റെ മൾട്ടിപ്പിൾ ആണ്, സോ 3 അതിന്റെ ഒരു ഫാക്ടർ ആണ്. അതുപോലെ 3 × 5 എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. സോ 3യും ഫാക്ടർ ആണ്, 5ഉം ഫാക്ടർ ആണ്. പിന്നെ ആരെങ്കിലും ഉണ്ടോ? 6, 7, 8 ഇതിലൊന്നും ഇല്ല. പിന്നെ ലാസ്റ്റ് വരുന്ന ആരാണ്? 15 തന്നെയാണ്. അടുത്ത 25ന്റെയോ? 1, 2 ഇല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വൺസ് പ്ലേസിൽ ഓഡ് നമ്പർ ആണ്. 3 ഉണ്ടോ? 5 + 2 7 ഇല്ല. 4. ദെൻ വരുന്നത് ആരാണ്? 5ന്റേതാണ്. വൺസ് പ്ലേസിൽ 5 ഉണ്ട്. സോ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ദെൻ 6, 7, 8 ഇതിലൊന്നും 25 ഇല്ല. പിന്നെ വരുന്ന ആരാണ്? 25 ആണ്. ക്ലിയർ? സോ ഇവിടുത്തെ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? 1 and 5. So 1 and 5 are the common factors of 15 and 25. So 1 and 5. Clear ആയല്ലോ?
സോ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 35 and 50. എടോ നിങ്ങള് ടേബിൾസ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് പഠിക്കുക, എന്നാൽ മാത്രമേ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓരോന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ക്ലിയർ? സി 35 and 50. 35ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1. ദെൻ 2ലുണ്ടോ? ഇല്ല. എന്താണ്? വൺസ് പ്ലേസിൽ ആരാ ഉള്ളത്? ഓഡ് നമ്പർ ആണ്, സോ 2 ഇല്ല. 3ലുണ്ടോ ചെക്ക് ചെയ്തേ. നമ്പർ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യൂ. 5 + 3 എന്ന് പറഞ്ഞാൽ 8 ആണ്, 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ദെൻ 4ലുണ്ടോ? ലാസ്റ്റ് 5 ആണല്ലോ വന്നേക്കുന്നത്. 35 എന്ന് പറയുന്നത് എന്താണ്? 4 ഡിവിസിബിൾ അല്ല. പിന്നെ വരുന്ന ആരാണ്? 7 × 5 എന്ന് പറയുന്നത് 35 ആണ്. സോ അതിന്റെ ഫാക്ടേഴ്സ് 5 ഉണ്ട്, 7 ഉണ്ട്. ദെൻ 35ക്ക് 35 മാത്രമേ ഉള്ളൂ. ക്ലിയർ? ദെൻ അടുത്ത 50. 1 വൺസ് പ്ലേസിൽ എന്താണ്? 0, 2, 4 എന്താണ്? 0. പിന്നെ ആരാണ്? ഈവൺ നമ്പേഴ്സ് വരുന്നെങ്കിൽ 2ല് ഡിവിസിബിൾ ആണ്, സോ 0 ഉണ്ട്. അപ്പൊ 2ല് ഡിവിസിബിൾ ആണ്. 3 ഉണ്ടോ? 5 3ല് പോവോ? ഇല്ല. ദെൻ 6, 3. അടുത്ത 4 നോക്കിയേ. 50/4 1 times 4 10 ഡിവിസിബിൾ അല്ല. ദെൻ 5 × 10 ആണ് 50. സോ 5ഉം ഒരു ഫാക്ടർ ആണ്, 10ഉം ഒരു ഫാക്ടർ ആണ്. പിന്നെ വരുന്ന ആരാ? 25 × 2 എന്ന് പറയുന്നത് എന്താണ്? 50 ആണ്. 25 ദെൻ 50 ആണല്ലോ. ഇത്രയും നമ്പേഴ്സ് ആണ് 50യുടെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1 ദെൻ 5. 1 and 5 ആണ് എന്ത് വരുന്നത്? ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്. സോ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 35 and 50 എന്ന് പറയുന്നത് എന്താണ്? 1 and 5. ക്ലിയർ? ദെൻ നെക്സ്റ്റ് നോക്കിയേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 56 and 120. D 56 120. 56ന്റെ മൾട്ടിപ്പിൾസ് ഫാക്ടേഴ്സ് 1. ദെൻ ആരാണ്? വൺസ് പ്ലേസ് ഈവൺ ഡിജിറ്റ് ആണ്, സോ 2ല് പോവും. ദെൻ 6 + 5 എന്ന് പറഞ്ഞാൽ 11 ആണ്, 3ന്റെ മൾട്ടിപ്പിൾ അല്ല, സോ 3 ഇല്ല. 4ല് പോവും. നോക്കിയേ. 56 divided by 4 1 times 4. 5 - 1 is 5 - 4 is 1. 16. 4 times 16 0 കിട്ടി. സോ എന്ത് ചെയ്യും? 4ല് ഡിവിസിബിൾ ആണ്, 5ലില്ല. 6ലുണ്ടോ? 56 6ലില്ല. ദെൻ 7 ഇല്ല. 7 × 8 എന്ന് പറയുന്നത് എന്താണ്? 56. ഇതാണ് ഞാൻ പറഞ്ഞത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വരുള്ളൂ. 56 എന്തിന്റെ ടേബിൾ ആണ്? 56. 8 × 7 56 ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എഴുതാൻ എന്ത്? 7ഉം 8ഉം എന്താണ്? ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് എന്ന് പറയാം. പിന്നെ ഏതാ വരുന്നത്? 7 8 9 ഇല്ല. അടുത്തതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് 28 14 28 56 ഇത്രയാണ് ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ 120. അടുത്ത 120യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ വരും? 1 ഉണ്ട്, 0 ഉള്ളതുകൊണ്ട് 2. ദെൻ 2 + 1 is 3. 3ന്റെ മൾട്ടിപ്പിൾ ആണ്, സോ 3 ഉണ്ട്. ദെൻ എത്ര വരുന്നത്? 4. 120/4 3 times 12 0 0. 30 × 4 എന്ന് പറയുന്നത് എന്താണ്? 30 × 4 is 120. ഇവിടെ 2 × 60 ആണ് എത്ര? 120. ദെൻ 3 × 40 ആണ് 120. സോ ഈ ഇൻറ്റു ചെയ്തേക്കുന്നത് എല്ലാം എന്താണ്? ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് അല്ലെ? അപ്പൊ 3 ഉണ്ട്, 4. പിന്നെ ഇവിടെ എന്ത് പറയാം? നമുക്ക് 2 × 60 ആണ് 120. സോ 60 ഒരു ഫാക്ടർ ആണ്. 3 × 40 ആണ് 120. സോ 40 അതിന്റെ ഒരു ഫാക്ടർ ആണ്. 4 × എത്രയാ? 30 ആണ് 120. 30 ഒരു ഫാക്ടർ ആയിട്ട് പറയാം. ദെൻ 0 ഉള്ളതുകൊണ്ട് ഇവിടെ 5 ആണ്. 5 × എത്രയാണ്? 120. 120 divided by 5 2 times 10 24 times 24 × 5 ആണ് 120. സോ 24 ഒരു ഫാക്ടർ ആണ്, 5 ഒരു ഫാക്ടർ ആണ്. Then 112 120/6 2 times 12 20. അതായത് 6 × 20 എന്ന് പറയുന്നത് എന്താണ്? 120 ആണ്. സോ 20 അതിന്റെ ഫാക്ടർ ആണ്, 6 ഫാക്ടർ ആണ്.
then 7 into വരുവോ ഇല്ല 7 8 ഉണ്ടോ നോക്കിയേ 120 by 8 1 times 12 8 12 minus 8 is 4 40 5 times 15 into 8 ആണ് 120 so 15 8 അപ്പൊ ഇങ്ങനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കും അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത് സോ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ് പിന്നെ ആരാ വരുന്നത് നോക്കട്ടെ ഇവിടെ പിന്നെ ആരാ വരുന്നത് 56 1 ഓക്കെ ഇവിടെ വേറെ ആരാ വരുന്നത് 15 then 16 into സംതിങ് വരുമോ നോക്കാം പിന്നെ വരുന്ന ഏതൊക്കെയാ 12 15 40 120 ലാസ്റ്റ് വരുന്ന ഏതാണ് 120 ക്ലിയർ ഇതിൽ കോമൺ ആയിട്ട് ആരൊക്കെയാ ഉള്ളത് 1 1 2 3 ഇല്ല 4 then 8 8 14 28 56 1 2 hence the factors എന്ന് പറയുന്നത് എന്തൊക്കെയാ വരുന്നത് 1 2 4 and 8 1 2 4 and 8 ആണ് ഇവിടുത്തെ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോ നമ്മൾ ഇവിടെ ഓരോ ഫാക്ടേഴ്സ് എടുക്കുമ്പോഴും ഇപ്പൊ 120യുടെ ഫാക്ടർ ആണ് 2 3 എന്ന് പറഞ്ഞു സോ 2 into എത്രയാണ് 120 2 into 60 ആണ് 120 സോ അപ്പൊ 2 എന്തുവാണ് 60 അതിന്റെ ഒരു ഫാക്ടർ ആണെന്ന് പറയാം ഇനി 3 പറഞ്ഞു ഫാക്ടർ ആണ് 3 into എത്രയാണ് 120 അതും എന്താണ് അതിന്റെ ഫാക്ടർ 3 into 40 ആണ് 120 സോ 3 ഫാക്ടർ ആണ് 40 ഫാക്ടർ ആണ് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഓക്കെ സോ ഇതിന്റെ കോമൺ ഫാക്ടേഴ്സ് എത്രയാണ് 1 2 4 and 8 ക്ലിയർ ആയല്ലോ സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം സോ ഫ്രണ്ട്സ് അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 4 8 and 12 ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണ് നോക്കിയേ 4 8 and 12ന്റെ കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് 1 2 4 ഇത്രയല്ലേ കോമൺ ഫാക്ടേഴ്സ് 8ന്റെ ഫാക്ടേഴ്സോ 1 2 4ന്റെ ടേബിൾ ഉണ്ടല്ലേ 4 into 2 4 then 5 ഇല്ല 6 ഇല്ല 7 ഇല്ല 8 സോ 1 2 4 8 ആണ് 8ന്റെ എന്താണ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് അല്ല ഫാക്ടേഴ്സ് then 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് 1 2 2 plus 1 3 സോ 3ന്റെ മൾട്ടിപ്പിൾ ആണ് 4 into 3 12 ആണ് സോ 3 ഉണ്ട് 4 5 ഇല്ല പിന്നെ 6 into 2 12 ആണ് 6 പിന്നെ വരുന്ന ആരാണ് 12 സോ ഇതിലെ കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയുണ്ട് 1 2 then 4 അപ്പൊ ആരൊക്കെ ഇവിടുത്തെ കോമൺ ഫാക്ടേഴ്സ് വരുന്നത് 1 2 and 4 ആണ് ഏതിന്റെ 4ന്റെ 8ന്റെ 12ന്റെ കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചാൽ 1 2 and 4 ക്ലിയർ സെപ്പറേറ്റ് എന്ത് ചെയ്യുക ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നിട്ട് കോമൺ ആയിട്ടുള്ളത് ആരാണെന്ന് നോക്കുക മൂന്നിലും കോമൺ ആയിട്ട് വരണം ഓക്കെ മൂന്നിലും കോമൺ ആയിട്ടുള്ളത് ആരാണെന്ന് നോക്കിയിട്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക ക്ലിയർ സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 15 and 25 B 5 15 25 5 1 പിന്നെ 5 മാത്രമേ ഉള്ളൂ 5ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് 15ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ് 1 3 into 5 15 ആണ് സോ 3 5 then 15 തന്നെയാണ് അതിന്റെ ഫാക്ടേഴ്സ് 25ന്റെ ഫാക്ടേഴ്സ് 1 2 ഇല്ല 3 ഉണ്ടോ 5 plus 2 7 ആണ് 3ന്റെ മൾട്ടിപ്പിൾ അല്ല 4 ഇല്ല then 5 into 5 25 ആണ് then 6 ഇല്ല 7 ഇല്ല 8 ഇല്ല പിന്നെ ലാസ്റ്റ് വരുന്ന ആരാണ് 25 സോ മൂന്നിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ് 1 പിന്നെ ആരാ 5 അല്ലേ 1 and 5 1 ഉം 5 ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് സോ കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാണ് 1 and 5 എന്ന് പറയാം ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ 1 and 5 ആണ് ഇവിടുത്തെ കോമൺ ഫാക്ടേഴ്സ് ക്ലിയർ സോ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ് ഓഫ്
ആദ്യത്തെ 3 കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് ആരുടെ 6 and 8 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 6 and 8 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫൈൻഡ് ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 6 and 8. 6ന്റെ 8ന്റെ കോമൺ മൾട്ടിപ്പിൾസ്. ആദ്യത്തെ എത്രയാ? 3 കോമൺ മൾട്ടിപ്പിൾസ്. സോ 6ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക, 8ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. 6ന്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞേ എത്രയാ? 6, 12, 18, 24, 30, 36, then 42, 48 etc. അങ്ങനെ പോവാം. നമുക്ക് നോക്കാം 3 കിട്ടുമോ നോക്കാം. 3 മൾട്ടിപ്പിൾസ് ഇതിന്റെ അകത്ത് തന്നെ കിട്ടുമോ നോക്കാം. 8ന്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞേ 8, 16, 24, 32, 40, then 48, 56, 64, 72 etc. ആദ്യത്തെ 3 കോമൺ. ഇതിൽ കോമൺ ആയിട്ട് ആരൊക്കെയുള്ളത് നോക്കിയേ. ഇവിടെ 24, ഇവിടെയും 24 ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? 48. സോ അത് വീണ്ടും നോക്കാം നമുക്ക്. 3, 4, 5, 6, 7, 8. 8 into 6, then 9 into 6 ഇവിടെ എത്ര വരും? 54, 60. എന്തായാലും കിട്ടില്ലല്ലേ? 60, then 6 into 11 is 66. 6 into 12 എത്ര വരുന്നത്? 72. സോ ഇവിടെ 72 ഉണ്ട്, ഇവിടെ 72 ഉണ്ട്. കണ്ടല്ലോ? അപ്പൊ കോമൺ മൾട്ടിപ്പിൾസ് ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ് ആണ് ആരൊക്കെ? 24, then 48 and 72. ക്ലിയർ? 24, 48 and 72. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് എന്ത് ചെയ്യുക? ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് എഴുതിയേക്കുന്നത് ഇവിടെ. ഓക്കെ, 6ന്റെ ടേബിൾ എഴുതി, 8ന്റെ ടേബിൾ എഴുതി. നമുക്ക് വേണ്ട എത്രയാണ്? 3 കോമൺ മൾട്ടിപ്പിൾസ് ആണ് വേണ്ടത്. സോ 3 കോമൺ മൾട്ടിപ്പിൾസ് കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടേബിൾ എഴുതിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്ത് കിട്ടി? 24. കോമൺ ആയിട്ട് ആരൊക്കെയുള്ളത്? 24 ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് 48 ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് 72 ഉണ്ട്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡി. and 18. 12, 18. So 12ന്റെ മൾട്ടിപ്പിൾസ്. 12ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 12 into 1 12, 2 24, 3 ചെയ്യുമ്പോൾ 36, then 48, 12 into 5 60, 12 into 6 is 72, 12 into 7 7 to 14, 84, then 96, 3, 4, 5, 6, 7, 8. 12 into 9, 108. നോക്കാം, അതുവരെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? അടുത്തത് ചെയ്ത് നോക്കാം. കോമൺ ആയിട്ട് 3 കിട്ടുമോ നോക്കണം അല്ലെ? 18, then 36, 36 plus 18 എത്ര വരുന്നത്? 12, 13, 14, 54, then 54 plus 18, 8 plus 4 is 12, 72, then 72 plus 18, 90, 90 plus 18, 108. 3 ആയോ? നോക്കിയേ, ചെക്ക് ചെയ്ത് നോക്കിയേ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം കേട്ടോ. രണ്ടിനും കോമൺ ആയിട്ട് ആരുണ്ട്? ഫസ്റ്റ് നോക്കിയേ 36 ഉണ്ട്. then വരുന്ന ആരാ? 72, 108. 3 മതിയല്ലോ. സോ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 18 and 12 are 36, 72 and 108. ക്ലിയർ? കോമൺ മൾട്ടിപ്പിൾസ്. ഓക്കെ, then വേറെ എന്താ ഉള്ളത്? 36, 72, 108. നമുക്ക് 3 മതി. സോ 3 നമ്മൾ എഴുതിയത് ഇവിടെ. ക്ലിയർ? സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് ചെയ്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളത് കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. സോ നല്ലതായാലും ഇഷ്ടമായില്ലെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം.
മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഒന്നുകൂടെ പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, സോ പുതിയ ക്ലാസ്സിൽ കാണാം. ബൈ.